ബിഗ് ബോസിലെ ആദ്യത്തെ ജയിൽ നോമിനേഷൻ ഭയങ്കര രസമായിരുന്നു. അത് വേറൊരു രീതിയിൽ പോയി. ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴും രതീഷിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ബിഗ് ബോസിൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്. അവൻ ഓരോരോ വിഷയങ്ങൾ എടുത്തിടുന്ന സംഭവങ്ങളും എല്ലാം ഭയങ്കര അവനെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കുകയാണ്. ഈ കാര്യത്തിന് ബിഗ് ബോസ് രതീഷിനെ പുറത്തിറക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലില്ല. ഇത് ഭയങ്കര രസമുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിയെ ചുറ്റിപ്പറ്റി നടക്കുന്നു എന്ന് മാത്രമല്ല, പുള്ളി എന്താണോ വിചാരിക്കുന്നത് അതുപോലെ സംഭവങ്ങൾ. കാരണം പുള്ളിക്ക് രജിത് കുമാർ സാറിനെ പോലെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വേണം. അത് പുള്ളിക്കാരന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. റോബിൻ രാധാകൃഷ്ണനെ പോലെ എല്ലാ കാര്യവും, അതായത് ബിഗ് ബോസ് പറയുന്ന എല്ലാ കാര്യവും അതുപോലെ അനുസരിക്കാത്തൊരു സ്ട്രാറ്റജി വേണം. അതും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അറിയാലോ, നമ്മളിപ്പം ജയിൽ നോമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ക്രീൻ സ്പേസ് കിട്ടും. അപ്പൊ അതിന് വേണ്ടി കറക്റ്റ് ആയിട്ട് ജയിൽ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ബിഗ് ബോസ് എപ്പിസോഡിൽ എനിക്കൊന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ജയിൽ നോമിനേഷൻ ആയിരുന്നു. അതിൽ ആ സ്പെസിഫിക് ഒരു ഗേ പാർട്ടില് അത് ഭയങ്കര രസമുണ്ടായിരുന്നു. വിചാരിക്കാതെ വന്നത് അതാണ്. മറ്റേ സുരേഷ് മേനോൻ, പാവം, പുള്ളിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത്രയും പേര് മുമ്പ് വെച്ചിട്ട് മറ്റേ ആൻസിബൊക്കെ വന്ന് അവിടെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ കൈവിട്ടു പോയി. സത്യം പറഞ്ഞാൽ അതാണ്, പുള്ളിയുടെ കൈവിട്ടു പോയി. ഏറ്റവും വലിയ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് മറ്റേ അപ്സര പറയുന്നത്, ഈ 18 പേരും ചേന്റെ കൂടെയാണ്, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന്. അതിനിടയിൽ വരെ മറ്റേ ആ സംഭവം ഇപ്പൊ അങ്ങനെ അല്ല, ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അവിടെ പിന്നെ ജെൻഡർ ഞാൻ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പുള്ളിക്കിപ്പോൾ ഒന്നും, കാരണം പുള്ളി ഇങ്ങനെ അടിക്ക് പറഞ്ഞു, ഞാൻ കുറച്ച് സിനിമയിലൊക്കെ ഗേ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ഇത് കൈവിട്ട് പോയി സാധനം. കാരണം പുള്ളിക്ക് ആ ഒരു മറ്റേ ടാസ്കിൽ പുള്ളി വിജയിച്ചായിരുന്നല്ലോ, മറ്റേ മോതിരത്തിന്റെ ആ ടാസ്കിൽ. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് രസമായിട്ട് നിന്നപ്പോഴത്തേക്കാണ് ഒറ്റയടിക്ക് തള്ളിയിട്ട പോലെ. അതെ, സംഭവം രതീഷിനും സംഭവം നെഗറ്റീവായിട്ട് വന്നു. അവന്റെ മനസ്സിൽ നെഗറ്റീവായി. അവൻ വിചാരിക്കാത്ത രീതിയിലാണ് പോയത്. സംഭവം സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഓരോരോ ട്രാജഡിയും ഓരോരോ സ്ക്രിപ്റ്റ് വൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏതാണ് ജെനുവിൻ, ഏതാണ് അവന്റെ ഗെയിം എന്ന് മനസ്സിലാവുന്നില്ല. സംഭവം പുള്ളിക്ക് വിഷമമായിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് പുള്ളിയുടെ ട്രാക്കിലോട്ട് കൊണ്ടുവന്നു. അതിന്റെ ഏറ്റവും മറ്റേ അവരെ രണ്ടുപേരും ബിഗ് ബോസ് അകത്ത് വിളിച്ചല്ലോ. ആ സമയത്ത് ഇവനിങ്ങനെ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പോ എന്താണ്, രതീഷ് നാടകം മതിയാക്കുവോ എന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ. എനിക്ക് സീരിയസ്ലി തോന്നിച്ചാൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കണ്ടായിരുന്നു. കാരണം അത് ഒരു രസമുള്ള ഒരു പാർട്ടായിരുന്നു. അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയി പോകണമെന്നുണ്ടായിരുന്നു. മറ്റേ രതീഷ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, പെമ്പിള്ളാരൊക്കെ പറയത്തില്ല, എന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്റെ പിന്നാലെ നിങ്ങളുടെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഗേ ആവും. അപ്പൊ നിങ്ങൾ കയറി പിടിച്ചില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീക്വൻസ് കുറച്ചൊരു കറക്റ്റ്. അതായത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഉപയോഗിച്ച മ്യൂസിക് കുറച്ച് മാറ്റമായിരുന്നു. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ, നാളെ മറ്റേ മീൻസ് ആദ്യം താമസിക്കാതെ തന്നെ ആ ഒരു സീക്വൻസ് നമുക്ക് ട്രോളുകളായിട്ട് വരും. അതിന്റെ മ്യൂസിക് കുറച്ചൊന്ന് മാറ്റി കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു കോമഡി സാധനമാകും. അല്ല ഇട ഞാനിപ്പം ഇടയ്ക്ക് ലൈവ് കാണുമ്പോഴാണെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവര് സംസാരിക്കുമ്പം നല്ല രീതിയിൽ സെൻസർ ചെയ്ത് മാറ്റുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ലൈവില് സെൻസർ ഇല്ലായിരുന്നു. അതെ, ഇല്ലായിരുന്നു. ചെറിയ സെൻസറിങ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. റോബിൻ രാധാകൃഷ്ണന്റെ ഉണ്ടായിരുന്ന ആ ഒരു ഇതിലും ഉണ്ടായിരുന്നു, സെൻസറിങ് ഉണ്ടായിരുന്നു. നല്ല രീതിയിലല്ല, ഒരു കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു. എപ്പിസോഡിൽ ഉണ്ടായിരുന്നു, പക്ഷെ അല്ലാത്തപ്പോ അത്ര വലിയ സെൻസറിങ് ഇല്ലായിരുന്നു. പൊരുത്തപ്പെട്ട വാക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അതെ. ലൈവിലും അത്യാവശ്യം നല്ല സെൻസറിങ് തുടങ്ങി. അല്ല, എന്തായാലും അർജുനും ഇപ്പം രതീഷിനെതിരെ പുള്ളി സൈലന്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ഓരോന്നിലും പുള്ളിയും പ്രവോക്കായി. ഇന്നലെ ജയിലില് മറ്റേ പ്ലസ്സിലാണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു. എന്താണ് ഇവര് സംസാരിക്കുന്നുണ്ട്, ജിൻഡോയും ഈ പുള്ളിയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ആരെയൊക്കെ അടിക്കണം. അപ്പൊ ജിൻഡോ എനിക്ക് തോന്നുന്നു നല്ല ഗെയിമർ പോലെ പുള്ളി എന്താണ് തിങ്ക് ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞു സപ്പോർട്ട് ഇല്ലാത്തവരെ ആദ്യം എന്താണ് ടാർഗറ്റ് ചെയ്ത് വെളി കളയണം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം രതീഷും പുള്ളിയുടെ പ്ലാൻ വേറെയാണെന്നുള്ള രീതിയിലേ ജിൻഡോ സത്യം പറഞ്ഞൊരു മപ്പനാണ്. കാരണം അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ കണ്ടില്ലേ, ആ നോമിനേഷൻ സമയത്ത് ഉറങ്ങിയത് കണ്ടില്ലേ, അവനൊന്നും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒന്നും മനസ്സിലായിട്ടില്ല, എന്താണ് ചുറ്റും നടക്കുന്നത് പുള്ളിക്ക് ഇതുവരെ മനസ്സിലായി. പക്ഷെ രതീഷിന്റെ ഇന്നലത്തെ ഒരു സ്ട്രാറ്റജി അടിപൊളി സ്ട്രാറ്റജി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരുടെയും മനസ്സിൽ അർജുനെ കുറിച്ച് ഒരു നല്ല ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്ന സമയത്ത് കറക്റ്റ് അവൻ അവിടെ കയറി കളിച്ചു. കാരണം ഉറപ്പായിരുന്നു അർജുൻ ഒരു മോശം ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പകുതി ആൾക്കാർ പ്രൊവോക്ക് ആവും. പിന്നെ അർജുനെ ഒന്ന് പ്രൊവോക്ക് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആ ഒരു ലോൺലിനെസ് സ്ട്രാറ്റജി പണ്ട് രജിസാന് കിട്ടിയതുപോലെ ഈ ഒരു ഒറ്റപ്പെടുത്തൽ കിട്ടുമ്പോൾ നല്ലൊരു ശതമാനം വോട്ട് അങ്ങോട്ട് മറിയും. അതെ, അല്ല ഇപ്പം ആദ്യത്തെ ആഴ്ചയിൽ ഏതൊക്കെ രീതിയിൽ പുള്ളി കോമാളിയാണ്, പുള്ളിയുടെ സ്ട്രാറ്റജി ഇതാണ് എന്ന് നമ്മൾ തന്നെ പറഞ്ഞാലും പോകെ പോകെ പുള്ളിയുടെ രീതി ഇതാണെങ്കിൽ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങും പുള്ളിയുടെ ക്യാരക്ടർ. ഇപ്പൊ മോഹൻലാൽ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലേ,
എന്റെ ആദ്യത്തെ സിനിമ കണ്ടപ്പോ അത്രയും ആരാധകർ പുള്ളിക്കില്ലായിരുന്നു. പിന്നെ കണ്ട് തഴഞ്ഞ് പുള്ളിയെ ഒരു പരിചയമായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ആരാധകര് വരും. അതേപോലെ തന്നെ ആ സൈക്കോളജി തന്നെ. നടൻ വിജയ് ആദ്യം വന്നപ്പോഴാണ് പുള്ളിക്കാരന്റെ അച്ഛൻ അത്യാവശ്യം നല്ല പ്രൊഡ്യൂസർ ആയിരുന്നു. പുള്ളി ആദ്യം വരുന്ന സമയത്ത് പുള്ളിക്ക് ഫാൻ ഫോളോയിങ് ഇല്ല, ഒരു നടന് പറ്റിയ ലുക്കും അല്ലായിരുന്നു. പക്ഷെ പുള്ളിനെ കണ്ട് ഇപ്പം വിജയ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ രതീഷ് ഫേമസ് ആണ്. ഈ രതീഷിന് വിസിബിലിറ്റി കിട്ടുന്നതോട് കൂടി ഇല്ല എന്താ കൂടെ കയറി വിസിബിലിറ്റി കിട്ടാന്ന് പറഞ്ഞാൽ ശ്രീരേഖ നടക്കുന്നുണ്ട്. രതീഷിന് വിസിബിലിറ്റി പക്ഷേ ഈ ശ്രീരേഖയുടെ കേസിൽ എന്ന് പറയുമ്പോൾ ഈ സ്ഥിരം എന്തുവാ കുലസ്ത്രീ എല്ലാ വർഷം സീസണിലുള്ള കുലസ്ത്രീ എന്നുള്ള രീതിയിലോട്ട് ശ്രീരേഖയുടെ ഡൗട്ട് ഉണ്ട്. കാരണം പുള്ളിക്കാരത്തി വന്നിട്ട് ടീച്ചറാവും. ഇല്ല, എല്ലാത്തിനും ഞാനാണ് ഏറ്റവും ടോപ്പ്, ഞാനാണ് ടീച്ചർ, ഞാനാണ് ഇതിന്റെ ഞാൻ കുറെ ട്രോള് വായിച്ചാണ്. ഞാൻ ടീച്ചർ എന്നുള്ള രീതിയിൽ, അംഗൻവാടിയിലെ ടീച്ചർ എന്നുള്ള രീതിയിലാണ് ശ്രീരേഖ നടക്കുന്നത് എപ്പോഴും. അപ്പൊ ഞാനാണ് ഏറ്റവും എല്ലാം പറയുന്നത് കേൾക്കണം. അപ്പൊ ഒരു കുലസ്ത്രീ എന്നുള്ള രീതിയിൽ സെയിം നമ്മുടെ കഴിഞ്ഞ സീസണിലാണോ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ സീസണിലൊക്കെ അല്ല, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ച് കുലസ്ത്രീകൾ കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നില്ല, കാരണം പണ്ടത്തെ ഒരു നിമിഷേനെ പോലെയോ അല്ലെങ്കിൽ ജാസ്മിനെ പോലെയോ അല്ലെങ്കിൽ കുറച്ചൊരു അങ്ങനെ ഒരു ലെവൽ ഓഫ് ഗേൾസ് ഇപ്രാവശ്യം ഇല്ല. കൂടുതൽ എനിക്കൊന്നും ശ്രീതു വരെയും കുറച്ചൊരു കുലസ്ത്രീ ടൈപ്പ്. അല്ലെങ്കിൽ ശ്രീതു ആണെങ്കിലും ശരി, ജാസ്മിൻ ആണെങ്കിലും ശരി, ഇവരെല്ലാരും ഒരു എന്താ പറയാ ഒരു ചെറിയൊരു എവിടേക്കോ ഒരു ചെറിയ കുലസ്ത്രീകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഒരു എന്താ പറയാ ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ജാൻമണി കല്യാണം കഴിക്കട്ടെ അല്ലല്ല ജാസ്മിൻ അല്ല, ജാസ്മിനെ പിന്നെ ഇന്നലെ കണ്ടിട്ടില്ല. വലിയ സ്പേസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ രതീഷ് ചെന്ന് കുറച്ച് പ്രൊവോക്ക് ചെയ്യുന്നു. ജാസ്മിൻ ഓൾറെഡി ഇപ്പൊ തന്നെ കുറെ ഹാറ്റ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. നോമ്പ് സമയവും അതും ഇതെല്ലാം പറഞ്ഞു ഓൾറെഡി വേറൊരു കൈൻഡ് ഓഫ് ഒരു വേറെ ലെവലിൽ നോക്കുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു ഷോയിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നത് ഒരു പിടിയില്ല സത്യം പറഞ്ഞാൽ. അത് ആ വഴിക്ക് പോട്ടെ. പക്ഷെ ഇന്നലത്തെ എപ്പിസോഡില് ജാസ്മിന് വേറെ വലിയ റോൾ ഇല്ലായിരുന്നു. പിന്നെ തുടക്കത്തിലൊരു ലവ് ട്രാക്ക് ഉണ്ടായിരുന്നു. അല്ല, അത് രതീഷ് ചെന്ന് പ്രൊവോക്ക് ചെയ്യുന്നത് ഗബ്രി. അപ്പൊ അത് മാത്രമേ ഉള്ളായിരുന്നു. അല്ല അതിനകത്ത് കുറച്ച് നെഗറ്റീവ്സ്. ജാസ്മിന് ഫസ്റ്റ് വന്ന നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗബ്രി ഫസ്റ്റ് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ജാസ്മിന്റെ അടുത്ത് ആ ഒരു ടോക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞങ്ങൾ മുന്നേ ഈ ഓഡീഷൻ ടൈമിൽ കണ്ട് പരിചയപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് കയറിയതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവര് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ട്രാക്ക് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണെന്നുള്ള രീതിയിൽ വന്ന് ആ ഒരു രീതിയിൽ ജാസ്മിന് കുറച്ച് നെഗറ്റീവ്സ്. ഈ ലവ് ട്രാക്ക് സത്യം പറഞ്ഞാൽ ജാസ്മിനും ഗബ്രി മാത്രമല്ല, എനിക്ക് തോന്നുന്നു നോറയും അർജുനും തമ്മിലും ഒരു ചെറിയൊരു ലവ് ട്രാക്ക് വർക്ക്ഔട്ട് ആവാൻ അർജുൻ ഒരു ബ്ലെസ്ലിയുടെ പ്ലേ അടിക്കുന്ന പോലെ. ബ്ലെസ്സിലെ പോലത്തെ മുടിയാണ്. ബ്ലെസ്സിയുടെ റീപ്ലേസ്മെന്റ് ആയിരിക്കും ഈ സീസണില് മറ്റേ അർജുൻ. പക്ഷെ ഒരു സേഫ് പ്ലേ ആണ് പുള്ളി ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സേഫ് ആയിട്ട് നിന്ന്. എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കാര്യം ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. മോശമായിട്ടല്ല, ഇൻകോമ്പീറ്റന്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. അതായത് മറ്റേ ചിരിപ്പിക്കല്ല, എന്തെങ്കിലും ഒരു റിയാക്ഷൻ വരുത്താന്നുള്ള സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ റിയാക്ഷൻ വരുത്താനായിട്ട് അതിന്റെ മറ്റുള്ളവർ ചെയ്ത സംഭവം വെച്ചിട്ട് പോട്ടെ, ആ ഇരിക്കുന്നവർക്ക് ഒരു റിയാക്ഷൻ വന്നില്ല, ആ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്ക് പോലും പലതും കണ്ടിട്ട് ഒരു റിയാക്ഷൻ വന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു ബേസിക് കോമൺ സെൻസ് ഒരു പോട്ടെ, ഈ റിയാക്ഷൻ എന്ന് വെച്ചാൽ പ്രൊവോക്ക് ചെയ്താലും മതി. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യാൻ പറ്റും. പോട്ട് കോമഡി കാണിക്കാനായിട്ട് എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? ആർക്കെങ്കിലും എന്താ പറയാ, എനിക്കൊന്ന് കൊച്ചു പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും നല്ല രീതിയിൽ അവർക്ക് ആ ഒരു റിയാക്ഷൻ. അല്ല, സിജോയുടെ ബ്രില്യൻ പ്ലേ എന്നുള്ള രീതിയിൽ ഒരു സംഭവം നടന്നു. മറ്റേ കോമണേഴ്സിനോട് നിങ്ങൾ നോമിനേഷനിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ഈ ഗെയിമിന് മുമ്പേ പറഞ്ഞു. എന്നിട്ട് അത് അകത്ത് എന്നിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്തു. അവർക്ക് മനസ്സിലാവും കോമണേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അവര് എന്താ പറയാ, അതെനിക്ക് തോന്നില്ല ഒരു രീതിയിലും പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് മാത്രമല്ല, സിജോയുടെ ആ ഒരു മറ്റേ ഹോൺ അടിച്ചിട്ടുള്ള സാധനം അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ഇത് എന്താണ് ഇപ്പോൾ ഇവൻ ചെയ്യുന്നതെന്നുള്ളത്. ഏതായാലും ഇന്നലെയും മറ്റേ ബിഗ് ബോസ് പ്ലസ് ആണെങ്കിലും അതിന്റെ എപ്പിസോഡ് ആണെങ്കിലും രതീഷിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ഇപ്പൊ ജാസ്മിന്റെ നേരത്തെ കാര്യം പറഞ്ഞ് ഒരു ലവ് ട്രാക്ക് അവർ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കയറുന്നത്. അത് പക്ഷെ നല്ല രസമുള്ളതായിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാല് അത് ആക്ടിങ് ആണെങ്കിൽ പോലും അതിനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് കുറച്ച് പേരുണ്ടാവും ഇവിടെ. പിന്നെ ഉറപ്പല്ലേ, പ്രത്യേകിച്ച് രണ്ടുപേരും അത്യാവശ്യം കാണാനും കൊള്ളാം. ഇപ്പൊ രതീഷിന്റെ കാര്യത്തില് സ്വീകരിക്കാൻ കുറച്ച് പേരുണ്ടാവും. പക്ഷെ അവർ ഒരിക്കലും ടോപ്പ് 5 രണ്ടുപേരും എത്തണമെന്നില്ലല്ലോ. കാരണം കഴിഞ്ഞ എല്ലാ സീസണിലും ലവ് ട്രാക്ക് സെയിം ആണ്. ഇവരിപ്പോ അത് തന്നെയാണ് ആക്ടിങ് ആണ് എന്നുള്ള രീതിയിലോട്ട് എത്തി. കഴിഞ്ഞ മുമ്പത്തെ തവണ ദിൽഷയും റോബിനും ദിൽഷ നല്ലപോലെ ആ ഒരു ട്രാക്കിലൂടെ പോയിട്ടാണ് ഫസ്റ്റ് അടിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ദിൽഷ വിന്നർ ആവാനുള്ളൊരു ഇതില്ലായിരുന്നു നമുക്ക് സപ്പോർട്ട്. പ്ലെയർ ആയത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിൽഷ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് അവൾ ഏത് ട്രാക്കിൽ പോകണമെന്ന് തീരുമാനിച്ചത്.
ദിൽഷ നിങ്ങളെ നോക്കിയാൽ മതി. ദിൽഷ ആദ്യത്തെ എനിക്ക് 1-2 എപ്പിസോഡിൽ മോഹൻലാൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ദിൽഷ എന്താ ഭയങ്കര സൈലന്റ്. അപ്പൊ ദിൽഷ പറഞ്ഞു എന്റെ അടുത്ത് എനിക്ക് സമയം ആവുമ്പോൾ ഞാൻ പ്രതികരിക്കാം, ഞാനിപ്പം സൈലന്റ് ആണെങ്കിൽ എന്റെ അടുത്ത് വരുന്ന സമയത്ത് പ്രതികരിക്കാന്നൊക്കെയുള്ള രീതിയിൽ ആദ്യം ഒന്ന് ബാക്കിൽ നിന്ന് പുള്ളി കറക്റ്റ് ആയിട്ട് ഗെയിം പഠിച്ചു. ഒരു 10-17 ദിവസം നിന്ന് ഗെയിം, അല്ലെങ്കിൽ 10-20 ദിവസം കൊണ്ട് ഗെയിം പഠിച്ചിട്ടാണ് പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഒന്ന് തുടങ്ങിയത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പ്രശ്നം വരുന്ന അതാണ്. കാരണം മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മേ ബി അർജുനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഒന്ന് മാറി നിൽക്കുന്നത്. പക്ഷെ എനിക്കൊന്ന് ഇന്നലെ എനിക്കൊന്ന് റോക്കിക്ക് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കിട്ടിയില്ലായിരുന്നു. ഇന്നലെ എനിക്കൊന്ന് സംഭവം കൊണ്ടുപോയത് മൊത്തം സുരേഷ് മേനോനാണ്, അവസാനം അടിച്ച് കിട്ടിയതും സുരേഷ് മേനോൻ തന്നെ. പുള്ളി അത് സർപ്രൈസ്ഡ് ആയിപ്പോയി. പുള്ളി ഇടയ്ക്ക് കേൾക്കുന്നു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഈ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അവസാനം ട്വിസ്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല, അതുപോലെ ട്വിസ്റ്റ് കിട്ടിയതാ. അല്ല, ഞാൻ ഇത് ലൈവില് കേട്ടായിരുന്നു, സംഭവം അറിയാം. പക്ഷെ അത് അവിടെ വരുമ്പോൾ ഉള്ള റിയാക്ഷൻ ഞാനിരുന്ന് ചിരിക്കുകയായിരുന്നു. അത് കേട്ടിട്ട് ജാൻമണി ആണെങ്കിൽ ഞങ്ങളെ കമ്മ്യൂണിറ്റിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അവൻ ഉടനെ ഇവ അവനെ പിടിച്ച കമ്മ്യൂണിറ്റി ആക്കി. നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ആക്ടറായിരുന്നു. മറ്റേ ക്രേസി ഫോർ എന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ സിനിമയൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല അടിപൊളി സിനിമയായിരുന്നു. നമ്മുടെ മറ്റേ മൂക്കില്ല ഈ മൂക്കില്ല രാജ്യത്താണെന്ന് തോന്നുന്നു, മറ്റേ നമ്മുടെ തിലകനും മുകേഷും ഓൾമോസ്റ്റ് സെയിം കഥയാണ്. ക്രേസി ഫോർ എന്ന് പറഞ്ഞൊരു പടം ഹിന്ദിയിലുണ്ട്, അത്യാവശ്യം നല്ല പടമാണ്. എനിക്കൊന്നും അതില് സുരേഷ് മേനോന്റെ ക്യാരക്ടർ എനിക്കൊന്നും ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരുന്നു. ശ്രദ്ധിക്കുന്നതാണ്. അതിനുശേഷം പിന്നെ പുള്ളി പല സിനിമയിലും ചെറിയ റോൾസും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ക്രേസി ഫോറിലായിരുന്നു. അപ്പൊ പുള്ളി സത്യം പറഞ്ഞാൽ ഈ സീസണിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം സുരേഷ് മേനോനെ പോലെ ഒരു വ്യക്തി ഇപ്പം ഭ്രമരമൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും പുള്ളി അടിപൊളി കൊമേഡിയനാണ്, ഭയങ്കര രസമുള്ള കൊമേഡിയനാണ് ഹിന്ദി സിനിമകളിൽ. പക്ഷെ പുള്ളിക്ക് ഇവിടെ ആ ഒരു ലെവലിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മറ്റേ അഖില് അതുപോലെ തന്നെ നോബി തുടങ്ങിയ ഒരു കോമഡി ട്രാക്ക് കൊണ്ടുപോകുന്ന ഒരാൾ കാണുന്നത്, അങ്ങനെ ഒരാളുടെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. സീരിയസ്ലി എല്ലാരും ഭയങ്കര സീരിയസ്, എല്ലാരും ഭയങ്കര അടിപിടി, ആ ഒരു ലൈറ്റ് ഹാർട്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ കുറവാണ് പ്രാവശ്യ സീസണിൽ. ജയിലിൽ കയറിയിട്ട് അവരുടെ സംസാരം കേട്ടായിരുന്നു, പ്ലസ് കണ്ടായിരുന്നോ? ഞാൻ പ്ലസ് കണ്ടില്ല. പ്ലസിലും ഇവരുടെ രതീഷിന്റെയും ജിൻഡോടെയും അതാ ഞാൻ പറഞ്ഞത്, ആരെ ടാർഗറ്റ് ചെയ്യണം, പിന്നെ ടാസ്ക് ആയിട്ട് വെളുത്തുള്ളി തുള്ളി കളഞ്ഞ് അരച്ചിട്ട് കൊടുക്കാനൊക്കെയാണ് അവരുടെ ടാസ്ക് വന്നത്. ഏതായാലും കുഴപ്പമില്ല, വേറെ അതെ. അതിന്റെ ഇടയ്ക്ക് പ്ലസിലുണ്ടായിരുന്നു ഇവര് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റേ ജാൻമണി. അപ്പം പുള്ളിയാണെങ്കിൽ ഞാൻ നാളെ എന്താണെങ്കിലും പോവും, അപ്പം അവിടെ ചെന്ന് ചോക്ലേറ്റ് എടുത്തോണ്ട് വരാമോ എന്ന് ചോദിക്കുന്നു. പിന്നെ വേണ്ട, ചോക്ലേറ്റ് വേണ്ട, അവിടെ മുറുക്ക്, വട്ടത്തിലൊക്കെയുള്ള മുറുക്ക്. എന്ത് മുറുക്കിന്റെ പേര് പറ ജാൻമണി. ഓക്കെ, മുറുക്ക്, വട്ടത്തിലുള്ള മുറുക്ക്. എനിക്ക് മറ്റേ ഇതിൽ കിട്ടിയ സാധനം ഒന്നും വേണ്ടാന്ന്, ലക്ഷറി ബഡ്ജറ്റ് കിട്ടിയ സാധനം. അതെ. അല്ല, പുള്ളിയുടെ ഇതാണ്, പുള്ളി ജെന്യൂൻ അല്ല ആക്ച്വലി. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പോലും പുള്ളി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, എവിടെയെങ്കിലും അത് വീണു പോകുന്നില്ല. പിന്നെ ഇങ്ങനത്തെ പരാമർശങ്ങളും ഗേ പരാമർശങ്ങളും അതൊക്കെ വരുമ്പോൾ മാത്രമാണ് പുള്ളിക്ക് ചെറിയ അടി കിട്ടുന്നത്. എന്നാലും പുള്ളി ഡൗൺ ആയി. പിന്നെ പുള്ളി ഒട്ടും പ്രതീക്ഷയില്ല ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം പൊട്ടിക്കുമെന്ന് പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുള്ളി അങ്ങ് ഒന്നും അല്ലാതായിപ്പോയി. മാത്രമല്ല ബിഗ് ബോസും എല്ലാരും കൂടെ അങ്ങ് എതിർത്തപ്പോഴേ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ആ ഒരു കുറച്ച് സംഭവം നല്ല രസമുണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ ഒന്നും ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണിൽ എനിക്ക് കുറച്ചൊന്ന് സീസണില്ല, ഈ ബിഗ് ബോസ് സീസണിൽ എനിക്ക് കുറച്ചൊന്ന് ഇഷ്ടപ്പെട്ടു. സുരേഷ് ദേഷ്യപ്പെട്ട് അടിക്കാൻ പോകുന്നു സംഭവം. ഇതൊക്കെ സീരിയസ് ആണെങ്കിലും നമ്മൾ കിടന്ന് ചിരിക്കും. ഈ ബിഗ് ബോസിന്റെ ഒരു നേച്ചർ എങ്ങനെയാ വിചാരിക്കുന്നത് ചേട്ടൻ? ബിഗ് ബോസ് എന്തുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു? ബിഗ് ബോസ് എന്ന ഷോ നമുക്ക് കാണണ്ടാന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇനി എന്താണ്, കാരണം ഇപ്പൊ ബേസിക്കലി നമുക്ക് ബിഗ് ബോസ് നമ്മൾ അഡിക്റ്റ് ആവുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോഴാണ്. പക്ഷെ നമ്മൾ ആ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തില്ല എങ്കിൽ പോലും സിറ്റുവേഷൻസ് അല്ലേ, ആ സിറ്റുവേഷൻസ് റിയലി നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിറ്റുവേഷന്റെ ബാക്കി എന്താണെന്ന് അറിയാന്നുള്ളൊരു കൊതി, അത്രേ ഉള്ളൂ. ഞാൻ ഡേവിനോട് എപ്പോഴും സംസാരിക്കാൻ പറഞ്ഞു, അയൽക്കാരന്റെ വീട്ടില് അടുത്ത് എന്താ പ്രശ്നം നടക്കുന്നത് നമുക്കൊരു ത്വര കാണുമല്ലോ. അങ്ങനെ തന്നെയാണല്ലോ ഈ പറയുന്ന ഫേസ്ബുക്കും ട്വിറ്ററും പറയുന്ന ഇൻസ്റ്റാഗ്രാമും എല്ലാം ഹിറ്റ് ആയത്. ഓർക്കുട്ട് മുതൽ തുടങ്ങിയത് അത് തന്നെയാണല്ലോ. മറ്റവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള തുര തന്നെയാണ്. സ്റ്റോക്കിങ് കുറച്ച് പോളിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ നാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ ഈ താക്കോൽ ദ്വാരം എന്ന് പറഞ്ഞ വല്ല പരിപാടിയും തുടങ്ങണം. മറ്റവന്റെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റുന്നതാണ് എങ്കിൽ കുറച്ചുകൂടെ വ്യൂസ്.
എല്ലാ സീസണിലും നിങ്ങൾക്ക് അതെ എല്ലാ സീസണിലും ഓരോ ഫസ്റ്റ് വീക്ക് കഴിയുന്നതോടുകൂടി നമുക്ക് പ്രിയപ്പെട്ട ഒരു കോണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ. ഈ സീസണിൽ നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ റിലേറ്റ് ചെയ്യാൻ പറ്റിയ? ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ജാസ്മിനെയും ശ്രീധുവിനെയും കണ്ടിരിക്കാൻ കൊള്ളും, അത്രേ ഉള്ളൂ. അല്ല എനിക്ക് അല്ല പലതവണ എനിക്ക് ടോക്സിക് ആയിട്ടുള്ള ആളുകളെ എനിക്കും താല്പര്യമുള്ളൂ. അതെ, ഇപ്പൊ ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു ലെവലിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പൊ റിനോഷ് എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടർ വൈസ് പുള്ളി ഭയങ്കര രസമായിരുന്നു. പക്ഷെ അത് കുറച്ച് സമയം എടുത്ത് പുള്ളിയുടെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി എടുത്തതാണ്. അപ്പൊ അതുപോലെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഒന്നും വന്നില്ല. ഇപ്പം കഴിഞ്ഞ അഖിൽമാരാണെങ്കിലും ഒരു 10-40 എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്ക് ആ ഒരു ഫാൻ ഫോളോയിങ് ആ ലെവലിലേക്കൊക്കെ കൂടിയത്. അപ്പം നോക്കട്ടെ, എനിക്കൊരു ചിലപ്പോൾ 2 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരാളെ നമുക്കൊന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആസ് ഓഫ് നൗ നമ്മളിപ്പോ എന്താ പറയാ, ഫസ്റ്റ് കാണുമ്പോൾ ഉള്ള ഒരു ലുക്ക് വെച്ചിട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു കാണാൻ കൊള്ളാവുന്ന കുറച്ച് പേരുണ്ടല്ലോ. അല്ല ഈ രതീഷിന്റെ ആക്ട് എന്ത് തോന്നുന്നു ചേട്ടനാ? എനിക്ക് സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല ഈ സെയിം രീതിയിൽ ഇനി ഒരു 10 ദിവസം കൂടെ പിടിച്ചിരിക്കാൻ തോന്നുന്നില്ല. രതീഷിന്റെ ഇത് കാരണം കംപ്ലീറ്റ്ലി ആക്ടിങ് ആണ്. ആക്ടിങ് വെച്ചിട്ട് എത്ര നാൾ ഒരാൾക്ക് ഇങ്ങനെ പോകാൻ പറ്റും? മാക്സിമം പോയിക്കുന്ന ഒരു 10 അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടെ. അത് കഴിഞ്ഞാൽ പുള്ളി ആവുമ്പോഴത്തേക്ക് മനസ്സിലാവും നമുക്ക് പുള്ളിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇതല്ല പുള്ളി പിടിച്ചു നിന്ന് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു 10-40 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തി രതീഷ് തന്നെയായിരിക്കും. കാരണം ഈ രീതിയിൽ ചൊറിയാൻ പറ്റുന്ന ആൾക്ക് ഇപ്പൊ ഫിറോസ് അറിയാലോ, ഫിറോസും സജിനയിലെ ഫിറോസ്. ആ ഫിറോസ് വന്ന സമയത്ത് ഫിറോസിന് പെട്ടെന്ന് അത്രയും ഇത് കയറാൻ കാരണം എന്താണ്? കാരണം അവിടെ അങ്ങനെ നിന്ന്, അതായത് ചൊറിയുടെ അങ്ങേ അറ്റത്ത് നിന്ന സമയത്ത് അതിന്റെ അപ്പുറം ചൊറിയാൻ പറ്റിയ ഒരുത്തനെ കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? അപ്പം ഈ പുള്ളിക്കാരൻ തുടക്കം തൊട്ടേ ചൊറി കണ്ടുകൊണ്ടിരിക്കാൻ രസമൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ പേഴ്സണൽ ഇതാണ്, പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇനിയിപ്പോ വീക്കെൻഡ് എപ്പിസോഡ് അല്ലേ? അല്ല അതെ അല്ല അത് റിയൽ ആയിരുന്നോ? ലാലേട്ടൻ വന്നതാണോ? മറ്റേ CID ദാസൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ കണ്ടിട്ട് എനിക്ക് റിയൽ പോലെ തോന്നി. ഒരു കണ്ണാടി ഗ്ലാസിനെ പുറത്ത് ശരിക്കും വന്നതാണെന്നൊക്കെ തോന്നി എനിക്ക്. പക്ഷെ അത് റെക്കോർഡ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഇവരുടെ സമൂഹം റെസ്പോൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ചെറിയ സംഭവങ്ങൾക്ക് വേണ്ടി അതിന് മാത്രം കാശൊക്കെ കൊടുക്കുന്നുണ്ടോ ബിഗ് ബോസ്? അല്ല ഇന്നിപ്പോ വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച വൈകിട്ടായിരിക്കും ചിലപ്പം ലാലേട്ടന്റെ എപ്പിസോഡ്സ് ഒക്കെ. അതിനുശേഷം ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ഈ ദാസൻ വന്നതിന് ശേഷം അത് വെച്ചിട്ടുള്ള ടാസ്ക് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ലാലേട്ടൻ ഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആരൊക്കെ ആയിരിക്കും ഇത്തവണ ഫയർ ചെയ്യുക ഈ ഒരാഴ്ചയില്? മോസ്റ്റ് പ്രോബബ്ലി സിജോയ്ക്ക് ഒരു ഫയർ കിട്ടാൻ സാധ്യതയുണ്ട്. രതീഷ് ഓഫ് കോഴ്സ് യെസ്. രതീഷ് ഭയങ്കര ഓവറായിരുന്നു. അപ്പം രതീഷിന് കുറച്ച് താക്കീതുകളും മറ്റു കാര്യങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി ജാൻമണിക്ക് മറ്റേ ആ സിഗരറ്റ് കത്തിച്ചതിന്റെ സാധനത്തിൽ ഒരു ഉപദേശം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെയായിരിക്കും ബേസിക്കലി നടക്കാൻ സാധ്യത. ജിൻഡോയ്ക്ക് 2 സ്ത്രീകളെ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ളൊരു ഇതുണ്ട്. 2 തവണ പരാമർശങ്ങൾ കുറച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും എനിക്ക് അതിനുശേഷം പുള്ളി ഒന്ന് ഒതുങ്ങിയല്ലേ, ആ ഒരു സംഭവത്തിന് ശേഷം പുള്ളി ടോട്ടലി ഇത്തവണ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ടോട്ടലി എനിക്ക് തോന്നിയിട്ട് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് നിങ്ങൾക്ക് ഗെയിമിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഇത് എന്താണെന്ന് പോലും അറിയില്ലാതെ നിങ്ങൾ എല്ലാവരും വന്നേക്കുന്നതെന്നുള്ളൊരു കാര്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ അതേപോലെ മറ്റേ ഈ നമ്മുടെ പവർ ടീം, അപ്പൊ അതിന്റെ പവർ എന്നാന്ന് പോലും അറിയത്തില്ല, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ വന്നേക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഫയർ കിടത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ചിലപ്പോ ഇന്ന് അതിന്റെ പ്രൊമോ ഒന്നും അറിയില്ലല്ലോ, കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ. ഓക്കെ, അപ്പം നമുക്ക് നിർത്താം. ഇന്നിനിപ്പം ലാലേട്ടന്റെ എപ്പിസോഡ് ശനി ഞായറും കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ റിവ്യൂ എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു പബ്ലിക് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, നിങ്ങൾക്കും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ.